ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചെക്കനൊന്ന് ഫുഡ് മേടിക്കാൻ പോയി. ഫുഡ് മേടിക്കാൻ പോയപ്പോൾ ഒരു കിടില സംഭവം ഉണ്ടായി. എന്ന് വെച്ചാൽ ഒരു ഡോഗിനെ വളർത്തുന്ന ആളാണെങ്കിൽ അവർ ഞെട്ടിപ്പോകുന്ന ഒരു കണ്ടന്റാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മുടെ ചെക്കനൊന്ന് ഫ്രീ ആയിട്ട് വിടട്ടെ, അല്ലെങ്കിൽ അവൻ കിടിലൻ കിടക്കൻ. അപ്പോൾ നമ്മുടെ ചെക്കനെ നമ്മളൊന്ന് ഫ്രീ ആക്കി വിട്ടു. അപ്പോൾ ഞാനെന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് ഈ ഫുഡ് മേടിക്കാൻ പോയപ്പോൾ നമ്മൾ റോയൽ കാനിയൻ സ്റ്റാർട്ടറാണ് കൊടുക്കാറ്. അപ്പോൾ ഇപ്പോൾ 2 മാസം ആവണുള്ളൂ. അപ്പോൾ അത് കാരണം സ്റ്റാർട്ടർ കൊടുക്കും 3 മാസം വരെ കൊടുക്കാനുള്ള ഐഡിയയിൽ ഞാൻ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി അത് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്ന് ഇത്രയും വില കുറവിൽ ഈ സാധനം കിട്ടുകയാണ്. വില കുറവെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വില കുറവിലാണ്. റോയൽ കാനിയൻ സ്റ്റാർട്ടർ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നേ നമുക്ക് ടോമി ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇത്രയും വില കുറവിൽ നമുക്ക് ഫുഡ് കിട്ടിയില്ല. അവരുടെ ഒരു ഓഫറാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യമേ പറയാലോ, ഈ വീഡിയോ ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. ഇനിയിപ്പോൾ അവർ പൈസ തന്നിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തതെന്നുള്ളൊരു മാനസികമായൊരു നിലയിലേക്ക് നിങ്ങൾ എത്തരുത്. ദിസ് ഈസ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ. ഇത് എനിക്ക് നിങ്ങൾക്ക് പകരാൻ പറ്റുന്ന ഒരു നന്മയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. നന്മ വെച്ചാൽ ഈ സാധനം ഇപ്പോൾ ഇങ്ങനൊരു ഓഫർ ഉണ്ടെന്ന് അധികം ആൾക്കാർ അറിയില്ല എന്ന് പറഞ്ഞാൽ ചേച്ചി എല്ലാ കടയിലും കിട്ടൂല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉപകാരമായിക്കോട്ടെ ഞാൻ ചെയ്യണതാണ്. ഉപദ്രവമാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 600 രൂപയുടെ ആ ഒരു ബോക്സ്. ഈ 600 രൂപയുടെ ഈ ബോക്സ് അൺബോക്സ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. 1 കിലോൻ്റെ ഒരു സ്റ്റാർട്ടർ ഫുഡ് ഇതാണ് നമ്മൾ മേടിക്കാൻ പോയത്. ഇത് മേടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന സാധനങ്ങളാണ് ഒരു പപ്പിയുടെ ഡയറി ഒന്നും നമ്മളവിടുത്തെ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും എനിക്കറിയില്ല. അത് എനിക്ക് രസമായിട്ട് തോന്നി. അടുത്തത് ഒരു പപ്പിയുടെ ഗ്രേവി, അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. പിന്നെ ഒരു കപ്പെന്ന് പറഞ്ഞതിൻ്റെ അളവ് നോക്കിയിട്ട് കൊടുക്കാനുള്ള കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് 600 രൂപയ്ക്ക് കിട്ടും. ഇതിൽ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റോയൽ കാനിയൻ്റെ ഫുഡിന് ഏകദേശം ഈ പറഞ്ഞ 950 രൂപയിൽ നമ്മൾ കൊടുക്കാറുള്ളൂ. അത് നമുക്ക് ഏകദേശം ഒരു 600 രൂപയ്ക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ 1 കിലോൻ്റെ പാക്ക് നമുക്ക് 600 രൂപയ്ക്ക് കിട്ടുകയെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമായിട്ട് തോന്നി. നിങ്ങൾക്ക് ഒരു വലിയ കാര്യമായിട്ട് തോന്നിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഓഫർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ റോയൽ കാനിയനോട് പറയാണ്. ഇനിയും ഇങ്ങനത്തെ ഓഫറുകൾ തരിക, 1 കിലോനെ ഇനിയും വില കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പട്ടികൾക്ക് നന്നായി കൊടുക്കാം. ഇനി ഒരു വില കുറയ്ക്കുമ്പോൾ ക്വാളിറ്റി കുറയ്ക്കണമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ട് ഇത് മേടിച്ചിട്ട് അതായതായെന്ന് നമ്മളോട് പറയരുത്. ക്വാളിറ്റി കുറയ്ക്കാൻ വളരെ സാധ്യതയാണ്. ഇവരൊക്കെ അത്യാവശ്യം കാലമായിട്ട് ഈ സംഗതി ഉള്ളതാണ് ഇവർ ഈ ഒരു മേഖലയിൽ. അപ്പോൾ ഒരു ക്വാളിറ്റി കുറയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പക്ഷേ ഇത് ഇവരുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നാണ് എന്നോട് ആ ചേച്ചി പറഞ്ഞത്. അപ്പോൾ നമ്മളിത് മേടിച്ചത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ വീടിനടുത്ത് കുന്നംകുളത്ത് മേക്കാട്ടുകുളം മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ്. നമ്മുടെ കുന്നംകുളം വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് ആ ഷോപ്പ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല അവിടെ പോയി കഴിഞ്ഞാൽ സാധനം കിട്ടും. ഇതെല്ലാ ഷോപ്പിലും അങ്ങനെ കിട്ടില്ല എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ ഇത് ഈ ഒരു ചിലവർ ഇങ്ങനത്തെ പ്രൊമോഷൻ പ്രോഗ്രാംസ് പറഞ്ഞു കഴിഞ്ഞാൽ ചില കടക്കാരെടുക്കില്ല അത്രേ. അപ്പോൾ അവരത് എടുത്തു. അപ്പോൾ നമ്മളവിടെ യാദൃശ്ചികമായിട്ട് ചെല്ലുന്നു, നേരെ സാധനം നമുക്ക് തരും, നമ്മൾ മേടിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കുറേ ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ ഈ സ്റ്റാർട്ടർ ഫുഡിന് 950 രൂപ. ഇപ്പോൾ എല്ലാവർക്കും ഈ 950 എന്ന് പറയുന്ന ഒരു റേറ്റ് അഫോർഡബിൾ ആയിരിക്കില്ല. എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു ഓഫർ തന്നതിന് വളരെയധികം നന്ദി പറയാണ് റോയൽ കാനിയനോട്. ഇനിയും തുടർന്ന് ഇതുപോലെയുള്ള നല്ല നല്ല ഓഫറുകൾ തരാനായിട്ട് നമുക്ക് അവരോട് പറയാം. അപ്പോൾ എല്ലാവരും പോയിട്ട് മേടിക്കുക, ആവശ്യമുള്ളവർ മേടിക്കുക. എല്ലാവരും പോയിട്ട് മേടിക്കേണ്ട, ആവശ്യമുള്ളവർ മാത്രം മേടിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും മേടിച്ചവർ. ഓക്കെ, സ്മരണ വേണം, സ്മരണ.